എല്ലാവർക്കും പുതിയൊരു വീഡിയോയ്ക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ മാങ്ങഞ്ചിയാണ്. മാങ്ങഞ്ചി പറിച്ചുകൊണ്ട് അച്ചാറുണ്ടാക്കുന്നത് മാങ്ങഞ്ചി കൊണ്ട് ഉണ്ടോ. അപ്പോൾ അത് ഞാൻ ക്ലീൻ ചെയ്ത് എടുത്ത് വരട്ടെ. മാങ്ങഞ്ചി അച്ചാറുണ്ടാക്കുന്നത് അപ്പോൾ ക്ലീൻ ചെയ്ത് നുറുക്കി എടുത്ത് വരാം. അപ്പം നമ്മുടെ മാങ്ങഞ്ചി നല്ല ക്ലീൻ ചെയ്ത് നുറുക്കി എടുത്തിട്ടുണ്ട്. വലിയ പീസ് മനസ്സിലാക്കാം, ചെറിയ പീസ് മനസ്സിലാക്കാം. ഞാൻ ഒരു നല്ല കുറച്ച് ചെറുതാക്കിയിരുന്നു. അപ്പോൾ നമുക്ക് തുടങ്ങാം. മാങ്ങഞ്ചി എല്ലാവർക്കും അറിയും വിചാരിക്കുന്നു. ഇവിടെയൊക്കെ ഉണ്ട്. നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് എണ്ണ ഒഴിക്കണം. അച്ചാറിന് എപ്പോഴും കുറച്ച് എണ്ണ അതിൽ കൂടുതൽ വേണം. കടുകണം, ചൂടാവട്ടെ. എണ്ണ ചൂടാവട്ടെ. കടുക് കൊടുക്കാം. എല്ലാം ആദ്യം പറയുന്നില്ല, അച്ചാർ പിടിക്കുന്നവർക്ക് അറിയാലോ. അപ്പോൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ വീണ്ടും അതേ ഏകദേശം അതേ മെത്തേഡ് തന്നെയാണ് ഇട്ട് കൊടുക്കുക. കടുക് നോക്കട്ടെ. പിന്നെ വെളുത്തുള്ളി ഉണ്ട്. വെളുത്തുള്ളി ചെറുതായി അരി വെച്ചിട്ടുണ്ട്. കുഴപ്പമുണ്ട്. വെളുത്തുള്ളി കടുക് കൊടുക്കട്ടെ. എല്ലാവർക്കും അറിയും. പിന്നെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഓമക്കായ അച്ചാർ, മീൻ അച്ചാർ, നെല്ലിക്ക അച്ചാർ ഇതൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ അച്ചാറുകൾ ഇടാനുണ്ട് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഈ മാങ്ങഞ്ചിയാണ് ഈ സീസണിൽ കിട്ടുന്നതാണ്. ഈ മാങ്ങഞ്ചി നമുക്ക് വെളുത്തുള്ളി പച്ചമുളകും ഇട്ട് കൊടുക്കാം. കടുക് കൊടുക്കാം. എണ്ണ കുറച്ച് അധികം തന്നെ ഒഴിക്കണം. നല്ലെണ്ണയാണ് ഒഴിക്കുന്നത്. പെട്ടെന്ന് ക്ലീൻ ചെയ്ത് വെച്ചാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഈസിയായിട്ട് ചോറ് കൊണ്ടുപോകാനും വീട്ടിൽ കഞ്ഞിക്കും ചോറിനും എല്ലാവരും കഴിക്കാൻ പറ്റും. കുട്ടികൾക്ക് മുതിർന്നവർക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ് ഇഞ്ചി. മാങ്ങഞ്ചി വേറെ എന്തെങ്കിലും പേരുടെ അറിയില്ല. നല്ലതും മൂത്ത് വരാം. നല്ല മണം. നമ്മുടെ കറിവേപ്പില ഉണ്ട്. പൊട്ടിത്തെറിക്കും. പക്ഷെ വിട്ട് നോക്കില്ല. മണ്ഡലമാസ സ്പെഷ്യൽ എന്നൊന്നും പറയാം. പച്ചക്കറി കഴിക്കണതല്ലേ. നിറയെ പേര് സ്വാമിമാരൊക്കെ ആവും പച്ചക്കറി കഴിക്കും. സിമ്മിൽ വെച്ച് കൊടുക്കാം. നല്ല ആവട്ടെ. നല്ല മൂത്ത് വന്നു. നമുക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി കൊടുക്കാം. 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. ഞാൻ അരച്ച് വെച്ച മുളകാണ് അത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒപ്പം നമുക്ക് നമ്മുടെ കട്ടി കൊടുക്കാം. മാങ്ങഞ്ചി അടി കൊടുക്കാം. നല്ല മൂത്ത് വരണം.
ഒരു 3/4 കിലോ ഉണ്ട്. മനസ്സിലാക്കി കൊടുക്കാം. നല്ല പറയുള്ളൂ. അപ്പം അങ്ങനെ നമ്മുടെ ഏകദേശം തിളച്ച് വന്നു. അപ്പം അതിന് മുകളിൽ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടു. ഞാൻ അരച്ച മുളകും ഇട്ടിട്ടുണ്ട്. ഇത് അച്ചാർ പൊടിയാണ് ഇടുന്നത്. അച്ചാർ പൊടി ഇട്ടു. നമ്മുടെ ഞാൻ പൊടിച്ച് വെച്ച കടുക്, ഉലുവ, കായം രണ്ട് സ്പൂണുണ്ട്. അച്ചാർ പൊടി ഉണ്ടാവും. അപ്പം ഇനി എനിക്കത് പോരാ വന്നിട്ട് ഞാൻ ഇടുന്നതാണ്. അങ്ങനെ ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കാം, കുഴപ്പമൊന്നുമില്ല. നമ്മൾ തിരി ഇങ്ങനെ പൊടിച്ചിട്ട് കുറച്ച് റിച്ച് മാതിരി ആവും. അത്രയും ഒരു ടേസ്റ്റ് കൂടും. വെറുതെ അച്ചാർ പോയിട്ട് അങ്ങനെ ഉണ്ടാക്കാം. അങ്ങനെയൊക്കെ നമുക്ക് എങ്ങനെയൊക്കെ വരുന്നു അതേമാതിരിയൊക്കെ ഉണ്ടാക്കാം, ഒന്നും കുഴപ്പമില്ല. പക്ഷെ ഓരോന്നും ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും, അത്ര മാത്രമേ. അവിടെ അങ്ങനെ അച്ചാർ തയ്യാറാവും. ലാസ്റ്റ് സുർക്ക, വിനിഗർ ഒഴിച്ച് കൊടുത്തു. ഇതൊരു കപ്പ് ഒഴിച്ചിട്ടുണ്ട്. നമ്മുടെ അച്ചാർ സെറ്റായി. തിളയ്ക്കണം. ഉപ്പും മുളകൊക്കെ നമുക്ക് നോക്കാം, പോലെ നമുക്ക് ഇട്ട് കൊടുക്കാം. പുളിപ്പ്, മാങ്ങഞ്ചിറ വാസന. എല്ലാവരും വീഡിയോ എല്ലാവരും ഫുള്ള കാണണം. വീഡിയോ ഫുള്ളും കാണണം. അപ്പോഴേ എന്തൊക്കെ ഇടുന്നത് എങ്ങനെയൊക്കെ ഇടുന്നത് മനസ്സിലാവുള്ളൂ. വേഗം കണ്ടിട്ട് ഉണ്ടാക്കാൻ പാടില്ല. ആഴത്തോട്ട് അവസാനം വരെ കണ്ട് മനസ്സിലാക്കിയ ശേഷം അറിയാത്തവർക്ക് മാത്രം, എല്ലാവർക്കും അറിയാലോ, അപ്പോൾ അറിയാത്ത കുട്ടികൾക്ക് മാത്രം പറയാണ്. ലാസ്റ്റ് സ്റ്റേജ് നമ്മുടെ ഒരു സ്പൂൺ ഷുഗർ ലാസ്റ്റ് ഉണ്ട്. നമ്മുടെ അടാർ ടേസ്റ്റും അടാർ മണത്തിലുള്ള മാങ്ങഞ്ചി അച്ചാർ റെഡിയായി. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന ഓഫാക്കാം. വീഡിയോ കാണുന്നത് ഇടയ്ക്കിടയ്ക്ക് നോക്കുകയാണ്, കട്ടാവുണ്ടോ എന്നൊക്കെ. ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞോളൂ, ഉണ്ടാക്കിത്തരാം. അപ്പം നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞ് മേലെ തെളിഞ്ഞ് വന്നു. ഇത്ര എങ്ങനെ വരണം. പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കണം. അപ്പോഴേ കുറേ ദിവസം എത്തുള്ളൂ. 3 മാസം 4 മാസം ധാരാളമായിട്ട് എത്തും. പക്ഷെ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കണം. എല്ലാ കയ്യിലും തൊട്ട് എപ്പോഴും ഇളക്കാൻ പാടില്ല. സ്പൂൺ ഇട്ടിട്ട് കുറച്ച് എടുത്ത് വെച്ചിട്ട് ബാക്കി സ്റ്റോർ ചെയ്ത് വെക്കണം ഫ്രിഡ്ജിൽ. എല്ലാവർക്കും അറിയും, ഇനി വീണ്ടും അറിയാത്തവർക്കാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് നമ്മുടെ അച്ചാറിനെ ആപ്പാക്കാം. കറിവേപ്പിൻ്റെ ഇനി കുറച്ച് ഇടാം. കുറച്ച് എണ്ണ ഉള്ളതാട്ടത്. നല്ല എണ്ണ വേണം. കണ്ടോ, നല്ല കളർഫുള്ളായി നമ്മുടെ മാങ്ങഞ്ചി അച്ചാർ. സൂപ്പർ ടേസ്റ്റാണ്. നമുക്ക് അടുപ്പാക്കാം. ചുറ്റും തിളച്ച് തന്നെ താവട്ടെ. ഒന്നുകൂടി എടുത്തു വയ്ക്കേണ്ടതല്ലേ. എല്ലാവരും ഉണ്ടാക്കുന്നവർ എല്ലാം കഴിച്ച് നോക്കണം, അപ്പോഴേ അറിയുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ഞാൻ വീണ്ടും വരുന്നതാണ്. ഇത്ര പണിയുള്ളൂ. അപ്പോൾ
എല്ലാവരും ഉണ്ടാക്കി നോക്കണം, കഴിച്ച് നോക്കണം, വീഡിയോ ഫുള്ളും കാണണം. വീഡിയോ കണ്ടാൽ വീഡിയോ കണ്ട് നോക്കിയിട്ട് ഉണ്ടാക്കി വേണം.